ജൂൺ 6-ന് എന്തും സംഭവിക്കാം. അഭിജിത്ത് വരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ ഈ മാസം 6-ാം തീയതി ഡൽഹിയിലേക്ക് വരികയാണ്. എന്താണ് ഈ വരവിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പരിശോധിക്കാം. CJP സ്ഥാപിച്ച ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അവിടെ നിന്ന് ആദ്യമായി ഇന്ത്യയിലേക്ക് വരുന്നു, ന്യൂഡൽഹിയിലേക്ക് വരുന്നു. അവിടെ അദ്ദേഹം ഒരു പ്രതിഷേധ കൂട്ടായ്മ വിളിച്ചു ചേർത്തിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് മിശ്രയുടെ ഒരു പരാമർശമാണ് ഈ ഒരു പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമായത്. ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോടാണ് അദ്ദേഹം ഉപമിച്ചത്. അതിന് പ്രതികരണം എന്ന നിലയിലാണ് അമേരിക്കയിൽ കഴിയുന്ന അഭിജിത്ത് ദീപ്കെ ഇത്തരമൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. 5 ദിവസത്തിനകം 1,85,00,000 ഫോളോവേഴ്സിനെ ഈ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. അത് BJPയുടെയും കോൺഗ്രസിന്റെയും എണ്ണത്തിന് മുകളിലാണ് എന്നുള്ളതും നമ്മൾ വായിച്ചറിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ CJPയുടെ അക്കൗണ്ടിൽ 2,30,00,000 പേരാണുള്ളത്. അതിലെ 95% പേരും ജെൻ സി ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ജെൻ സിയുടെ വിപ്ലവം ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. നേപ്പാളിൽ കണ്ടതാണ്, ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിൽ കണ്ടതാണ്. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ആത്മരക്ഷാർത്ഥം ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ശ്രീലങ്കയിൽ കണ്ടതാണ്. അങ്ങനെ ഇന്ത്യക്ക് ചുറ്റും ജെൻസി വിപ്ലവം നടന്നിട്ടുണ്ട്. അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടി, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടി അദ്ദേഹം ഇപ്പോൾ എക്സിലൂടെ പറഞ്ഞിരിക്കുന്നത് 6-ാം തീയതി നമുക്കൊരു പ്രതിഷേധ കൂട്ടായ്മ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സംഘടിപ്പിക്കാം എന്നുള്ളതാണ്. ഇത് ഡൽഹിയിലെ വിമാനത്താവളത്തിൽ തന്നെ സ്വീകരിക്കാൻ എല്ലാവരും എത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ പ്രതിഷേധ കൂട്ടായ്മ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് എതിരെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യം. നിരവധി വിദ്യാർത്ഥികളെ കബളിപ്പിച്ചു, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ കബളിപ്പിച്ച ഒരു നടപടിയാണ് നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർച്ച. നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് ഇതിന്റെ എല്ലാം ധാർമ്മിക ഉത്തരവാദിത്തം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണെന്ന് അഭിജിത്ത് ദീപ്കെ ഇന്ന് എക്സിൽ കുറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജിയിൽ കുറഞ്ഞ ഒരു ആവശ്യവും തങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രധാനമായി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, അഭിജിത്ത് ദീപ്കെ ഈ പാർട്ടി ഉണ്ടായതിനു ശേഷം ആദ്യമായി ഡൽഹിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ആ പാർട്ടിയിൽ എത്ര പേരാണ് നേരിട്ട് അവിടേക്ക് വരുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. നമുക്കിപ്പോൾ അറിയാവുന്നത് അദ്ദേഹത്തിന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ 2.3 ലക്ഷം കോടി ഫോളോവേഴ്സ് ഉണ്ടെന്ന് മാത്രമാണ്. അവരെല്ലാം കൂടി ഏത് തരത്തിലാണ് ഒത്തുകൂടുക? അഭിജിത്തിന്റെ ആഹ്വാനം അനുസരിച്ച് ഡൽഹിയിലേക്ക് ഇത്രയും പേർ ഒത്തുകൂടിയാൽ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നം എന്താണ്? മാത്രമല്ല, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെൻസി വിപ്ലവം നടന്നതാണ് ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രമസമാധാന തകർച്ചയിലേക്ക് ഈ ഒരു പ്രക്ഷോഭം വളരുമോ? അതിനെ ഏത് രീതിയിലാണ് സർക്കാർ കൈകാര്യം ചെയ്യുക? തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ജൂൺ 6-ാം തീയതി നമ്മളെ കാത്തിരിക്കുന്നത്. പ്രധാനമായും ഇവിടെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു നടപടി 2 കാര്യങ്ങളാണ്. ഒന്ന്, അഭിജിത്ത് ഡൽഹി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജന്തർ മന്ദറിലെ ഈ ഒരു സമാധാനപരമായി അഭിജിത്ത് നടത്തുമെന്ന് പറയുന്ന ഈ ഒരു മാർച്ചിന് അനുമതി നിഷേധിക്കുക എന്നതാണ്. ഈ 2 കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാനാവും. അദ്ദേഹത്തെ പ്രതിരോധിക്കാനുള്ള 2 മാർഗങ്ങളാണ്. ഈ 2 മാർഗങ്ങൾ അവലംബിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ആഹ്വാനം അനുസരിച്ച് അവിടെ ഒത്തുകൂടുന്ന യുവാക്കൾ തങ്ങളുടെ നേതാവിനെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമരത്തിന് തയ്യാറായേക്കാം. ഇതെല്ലാം മുൻകൂട്ടി കണ്ടു തന്നെ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ അഭിജിത്ത് ഇന്ത്യയിൽ ജൂൺ 6-ാം തീയതി എത്തുമ്പോൾ, ന്യൂഡൽഹിയിൽ ജൂൺ 6-ാം തീയതി എത്തുമ്പോൾ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഇനി അഥവാ പോലീസിന് അനുമതി തേടിക്കൊണ്ട് തന്നെ തങ്ങൾ അവിടേക്ക് വരികയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പോലീസിന് അദ്ദേഹത്തിന്റെ അനുമതി, ഡൽഹി പോലീസിന് അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു പ്രതിഷേധ റാലിയുടെ അനുമതി നിഷേധിക്കാം. എന്ത് തന്നെയായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ഫോളോവേഴ്സ്
അദ്ദേഹത്തിന് ഉണ്ടാകുമോ, ഏത് തരത്തിലായിരിക്കും അവിടെ ഒത്തുകൂടുക, ഏത് തരത്തിലായിരിക്കും അവിടുത്തെ പ്രതിഷേധമുണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയാണ്. എത്ര പേർ അവിടെ വരും? ഈ 2,30,00,000 പേരിൽ എത്ര പേർ ജന്തർ മന്ദറിൽ ഒത്തുകൂടും? അങ്ങനെ ഒത്തുകൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അത് രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് മാറുമോ തുടങ്ങിയിട്ടുള്ള ആശങ്കകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തു തന്നെയായാലും ഇതുവരെയും സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജൂൺ 6-ാം തീയതി എന്തും സംഭവിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.